അടുത്തുള്ളവർ തന്നെയാണ്. പുതിയങ്ങാടി നേർച്ചയ്ക്ക് ഞങ്ങൾ എല്ലാ വർഷവും ഇവിടെ വരാറുണ്ട്. പിന്നെ ഇവിടെ പ്രധാനമായിട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കഞ്ഞികുടിയാണ്. അപ്പോ കഞ്ഞിക്കാരെ വരവാണ് പ്രധാനമായിട്ടുള്ള ഒരു വരവ്. ഓക്കെ, അപ്പൊ ആ വരവിന് വേണ്ടിയിട്ട് എത്രയോ ജനങ്ങൾ ഇവിടെ ദൂരദേശ സ്ഥലത്തു നിന്ന് വരെ ജനങ്ങള് ഇവിടെ വന്ന് ഈ ഒരു കഞ്ഞിക്ക് വേണ്ടിയിട്ട് കാത്തു നിന്ന് എത്ര തിരക്കുണ്ടെങ്കിലും ഈ കഞ്ഞി കുടിച്ചിട്ടാണ് ഇവര് തിരിച്ചു പോവാറ്. അത് ഒരു കഞ്ഞിപ്പായാലും കഞ്ഞി കിട്ടിയാലും വളരെ തൃപ്തിയാണെന്നാ പറയാറ്. ഓക്കെ, പിന്നെ ഈ നേർച്ച ചുരുങ്ങിയത് ഒരു 3-4 ദിവസം ഇതുപോലെ ആഘോഷങ്ങളായിട്ടും വരവുകളായിട്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഞങ്ങൾ എല്ലാവരും ഇവിടെ അടുത്തുള്ളവർ തന്നെയാണ്. ഓക്കെ, ഞങ്ങളെ വീട് പണിയാണ്. ഈ ദിവസം ജോലിക്കൊന്നും പോകില്ല. ഞങ്ങള് തങ്ങളമ്പുരാന്റെ മുറ്റത്ത് വന്ന് ഈ കഞ്ഞി കുടിച്ച് പ്രത്യേക ഒരു അനുഭവമാണ് കഞ്ഞി കുടിക്കുന്നതിന്. അതിനെക്കാട്ടി ഞങ്ങൾ ഈ 5 ദിവസവും ഞങ്ങൾ ഇവിടെ ഉണ്ടാവും. 3 ദിവസമേ നേർച്ച ഉണ്ടാവുള്ളൂ. 5 ദിവസവും ഞങ്ങള് നേർച്ചപ്പറമ്പിലുണ്ടാവും. എക്സ്പോ ഒക്കെ കണ്ട് മക്കളേറ്റ് എല്ലാവരോടൊന്ന് കറങ്ങി രാവിലെ വന്ന് ചാറത്തിൽ കയറി തൊഴുത് പഴമൊക്കെ വാങ്ങി നേർച്ചയൊക്കെ കഴിച്ച് എന്നിട്ടാണ് പോവാറ്. അനുഭവമാണ് ഈ കഞ്ഞികൂടി. ഇത്തവണ ആദ്യമായിട്ടാണ്. എല്ലാ വർഷവും ഇവിടെ എല്ലാവരും പറയാറുണ്ട് ഇവിടെ ഒരു കഞ്ഞിയുടെ ഒരു മഹത്വം. അപ്പൊ അതൊന്നും അറിയാലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ വന്നതാണ്. കഞ്ഞി കുടിക്കാൻ ഇവിടെ എത്തിയപ്പം ഒരു പൂരപ്പറമ്പിലേക്കുള്ള ആളുകളുണ്ട്. കിട്ടുമോ ആവോ, കുടിച്ച് ആസ്വദിച്ച് ഇനി എല്ലാ വർഷവും വരണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അല്ല മോനെ? യെസ്, അതെ ഞങ്ങൾ ഇനി എല്ലാ വർഷവും വരും.